പാർവതീദേവി ഇങ്ങനെ ഭഗവാനോട് പറഞ്ഞു, ഇങ്ങനെ ചുരുക്കി പറഞ്ഞു കേട്ടാൽ പോരാ, വിസ്തരിച്ച് തന്നെ രാമായണ കഥ പറഞ്ഞിരുന്നു. അപ്പോൾ ഭഗവാൻ അത് പറയാൻ പോവാണ്. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ, ഈശ്വരിയുടെ ചോദ്യമിങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ, സുന്ദരഗാത്രി കെട്ടുകൊള്ളുകന്നരുൾ ചെയ്തു. വേദാവു ശതകോടി ഗ്രന്ഥ വിസ്തരം പുരാ, വേദസംഹിതമരുൾ ചെയ്തിതു രാമായണം. വാൽമീകി പുനരിരുപത്തുനാലായിരമായി, നാൻമുഖൻ നിയോഗത്താൽ മാനുഷമുക്ത്യർത്ഥമായി. ചമച്ചാൻ അതിൽ ഇതു ചുരുക്കി രാമദേവൻ, നമുക്കുപദേശിച്ചിടിനാൻ ഏവം പുരാ. അധ്യാത്മരാമായണമെന്ന പേരിതിന്, ഇതം അധ്യയനം ചെയ്യുന്നോർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാം. പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസ്സും, മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയും ഉണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും, എത്രയും രഹസ്യം ഇതെങ്കിലോ കേട്ടാലും നീ. ഭഗവാൻ പറയാണ്, ഈശ്വരൻ ദേവൻ പരമേശ്വരൻ. ഈശ്വരൻ എന്താണെന്ന് നമ്മൾ മുമ്പ് കണ്ടിരുന്നു. നിപുണനാണ്, ഭരണശ്രേഷ്ഠനാണ് ഭഗവാൻ. ദേവനാണ്, പ്രകാശസ്വരൂപൻ, ജ്ഞാനസ്വരൂപനാണ്. ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ലീലയായി ചെയ്യുന്നവനാണ്. പരമേശ്വരൻ ഈശ്വരനാണ്, പരമേശ്വരനാണ്. മഹേശ്വരൻ പരമമായ ഈശ്വരൻ, മഹേശ്വരൻ മഹത്തായ ഈശ്വരൻ. അങ്ങനെയുള്ള ഭഗവാൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ടത്. ദേവി ആരാണ്? ഈശ്വരിയാണ്. ഭഗവാൻ എന്തൊക്കെ വിശേഷണമുണ്ടോ അതൊക്കെ ദേവിക്കുമുണ്ട്. ചോദ്യം ഇങ്ങനെ കേട്ട നേരം, ആ ചോദ്യത്തെ കേട്ടിട്ട് മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ, പുഞ്ചിരിച്ചുകൊണ്ട് ചന്ദ്രശേഖരനായ, ചന്ദ്രൻ ശിഖരത്തിലുള്ളതായ ആ പരമാത്മാവായിട്ടുള്ള ഭഗവാൻ പറഞ്ഞു, സുന്ദരഗാത്രി കേട്ടുകൊള്ളുക എന്നരുൾ ചെയ്തു. സുന്ദരഗാത്രി, സുന്ദരമായ ദേഹത്തോടു കൂടിയവളെ നീ കേൾക്കൂ എന്നിങ്ങനെ പറഞ്ഞു. വേദാവു ശതകോടി ഗ്രന്ഥ വിസ്തരം പുരാ, വേദസംഹിതം അരുൾ ചെയ്തിതു രാമായണം. വേദാവ് ബ്രഹ്മാവ്, ശതകോടി ഗ്രന്ഥ വിസ്തരം പുരാ, 100 കോടി ഗ്രന്ഥങ്ങൾ വിസ്തരിച്ചുകൊണ്ട്. നേരത്തെ പറഞ്ഞു, മുമ്പേ നമ്മൾ കണ്ടതാണ്. 100 കോടി ഗ്രന്ഥമുണ്ട് ഇല്ലതു ഭൂമി തന്നിൽ. അത് തന്നെയാണ് ഇവിടെ പറയാ. വേദാവ് ബ്രഹ്മാവ് 100 കോടി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. വേദസംഹിതം, വേദത്തിനനുസാരിയായിട്ട് അരുൾ ചെയ്തിതു രാമായണം, രാമായണം പറഞ്ഞിട്ടുണ്ട്. വാൽമീകി പുനരിരുപത്തുനാലായിരമായി, ആ വാൽമീകിയൻ എന്ത് ചെയ്തു? 24,000 ശ്ലോകങ്ങളായിട്ട് നാൻമുഖൻ നിയോഗത്താൽ, നാൻമുഖൻ ബ്രഹ്മാവ്, ബ്രഹ്മാവിന് നിയോഗം കൊണ്ട് മാനുഷമുക്തിയർത്ഥമായി മനുഷ്യന്മാർക്ക് മുക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചമച്ചു ഉണ്ടാക്കി. അതിൽ ഇത് ചുരുക്കി, അതിൽ ഇത് ഈ കാര്യത്തെ ചുരുക്കി രാമദേവൻ നമുക്ക് ഉപദേശിച്ച് ഞാൻ, ശ്രീരാമൻ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ഏവം പുരാ, നേരത്തെ തന്നെ ഉപദേശിച്ചത്. അധ്യാത്മരാമായണമെന്ന പേര് ഇതിന്റെ പേരെന്താണ്? അധ്യാത്മരാമായണം എന്ന്. ഇതം അധ്യയനം ചെയ്യുന്നവർക്ക്, ഇതിനാരാണോ പഠിക്കുന്നത് അവർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാവും, അവർക്ക് ആത്മജ്ഞാനം ഉണ്ടാവും. പുത്രസന്തതി, പുത്രന്മാരുണ്ടാവും. പെൺമക്കൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ധനസമൃദ്ധി, ധനം ധാരാളം ഉണ്ടാവും. ദീർഘായുസ്, വളരെ കാലം ജീവിച്ചിരിക്കും. മിത്രസമ്പത്തി, കൂട്ടുകെട്ടുകള്, കൂട്ടുകാര്, കീർത്തി, സൽകീർത്തി, രോഗശാന്തിയും ഉണ്ടാം. രോഗങ്ങളൊക്കെ ഇല്ലാതെയൊക്കെ ഉണ്ടാവും. ഈ രാമായണം പഠിച്ചാൽ എന്തൊരു മഹത്വമാണെന്ന് പറയാം. ഭക്തിയും വർദ്ധിച്ചിടും, ഭക്തി കൂടും. മുക്തിയും സിദ്ധിച്ചിടും, മുക്തിയെ കിട്ടും. എത്രയും രഹസ്യം, വളരെയധികം രഹസ്യമാണ്. എങ്കിലോ കേട്ടാലും നീ, ഇതിനെ ആ രഹസ്യമായതിനെ നീ കേൾക്കൂ എന്ന് പറയാം. ഇനി ശിവഭഗവാൻ ആ ചരിതത്തെ പറയുകയാണ്. ആദ്യം പറയുന്നത്, ദേവന്മാരെല്ലാവരും കൂടിയിട്ട് പാലാഴിയിൽ ചെന്ന് ഭഗവാനെ സ്തുതിച്ച് അദ്ദേഹത്തെ പ്രത്യക്ഷപ്പെടുത്തി. ഭഗവാൻ എന്തിനാണ് അവരോട് വന്നതെന്ന് ചോദിച്ചു. കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഭഗവാൻ പറഞ്ഞു, ഞാൻ അവതരിക്കാം എന്ന് പറഞ്ഞ് ഭഗവാൻ അവർക്ക് വരം കൊടുക്കുന്ന ഭാഗമാണ് ഇനിയുള്ള കുറച്ച് ഭാഗങ്ങൾ. അതിനുശേഷം ആ വരത്തെ തുടർന്ന് ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളും ഭഗവാന്റെ അവതാരവുമാണ് തുറന്നു പറയുന്നത്.
ശിവഭഗവാൻ തൻ്റെ കഥ പറയാൻ പോവാണ് രാമായണത്തിൻ്റെ. ആദ്യം ഇതിൽ പറയുന്നത് ദേവന്മാരും ഭൂമിദേവിയും അവർക്ക് വലിയ സങ്കടമായി. സങ്കടം എന്താ കാരണം? അസുരന്മാർ ശക്തി പ്രാപിച്ചു, നല്ല കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ദുഷ്ടന്മാർ ഇങ്ങനെ കൂടിക്കൂടി വരും. ദേവന്മാരെല്ലാവരും കൂടിയിട്ട് ആ ഭൂമിദേവിയും കൂടിയിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് സങ്കടം പറഞ്ഞു. ബ്രഹ്മാവിന് മനസ്സിലായി തനിക്ക് മാത്രം തീർക്കാൻ പറ്റുന്ന വിഷയമല്ല. അപ്പൊ അവരെല്ലാവരും കൂട്ടിയിട്ട് ബ്രഹ്മാവ് എന്ത് ചെയ്തു? പാലാഴിയിൽ പോയി, പാൽക്കടലിൽ പോയി ഭഗവാൻ ആ അനന്തമൂർത്തിയുടെ ആദിശേഷന്റെ പുറത്ത് പള്ളി കൊള്ളുന്നതായ അവിടെ ചെന്ന് ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെ അവർ പുരുഷ സൂക്തം തുടങ്ങിയ സൂക്തങ്ങളെ കണ്ടൊക്കെ ഭഗവാനെ സ്തുതിച്ചു. സന്തോഷിച്ച സമയത്ത് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇവിടെ രാമായണത്തിനത് പറഞ്ഞ 10,000 സൂര്യന്മാർ ഉദിക്കുന്ന തേജസ്സോടുകൂടി പ്രത്യക്ഷപ്പെട്ടതാണ്. ബ്രഹ്മാവിനെ ശരിക്കും കാണാൻ പറ്റി. മറ്റു ദേവന്മാർക്കൊക്കെ കൃത്യമായി കണ്ടു എന്നറിയില്ല. എന്തായാലും ബ്രഹ്മാവിനോട് ഭഗവാൻ എങ്ങനെ വന്നു എന്നുള്ള ഭഗവാന്റെ ആ സ്വരൂപമൊക്കെ വർണ്ണിക്കുന്നുണ്ട്. ബ്രഹ്മാവിനോട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ വന്നത് എല്ലാവരും കൂടിയിട്ട്? ബ്രഹ്മാവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിച്ചു. നമുക്ക് ഈ രാമായണത്തിലെ ആദ്യത്തെ സ്തുതിയാണ് ബ്രഹ്മാവിൻ്റെ സ്തുതി. നമുക്ക് ആ സ്തുതിയെ കാണാം. സ്തുതി, ഉപദേശം തുടങ്ങിയ ഭാഗങ്ങളൊക്കെ നമുക്ക് ക്രമത്തിൽ കാണാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഖഭവൻ മധുരസ്ഫുടാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൾ. പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ. മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിന്നരുതാതൊരു പാദാംബുജം നിത്യവും നമോസ്തുതേ സകല ജഗത്പദേ. നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുതേ. സത്യജ്ഞാന അനന്ത ആനന്ദാമൃതാദ്വയമേകം നിത്യവും നമോസ്തുതേ. കരുണാജലനിധേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതേ. സ്വാധ്യായ തപോദാന യജ്ഞാദി സാധ്യായ തപോദാന യജ്ഞാദി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും. മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭവൽ പാദഭക്തി കൊണ്ടൊഴിഞ്ഞ് മറ്റൊന്നിനാവതില്ല. നിന്തിരുവടിയുടെ ശ്രീപാദാംബുജദ്വന്ദ്വമന്തികെ കാണായി വന്നിതെനിക്ക് ഭാഗ്യവശാൽ. സത്വജിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്തിയാ ബുദ്ധിയാ ധരിക്കപ്പെട്ടോരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം. ചേതസി സദാകാലം ഭക്തവത്സലാ പോറ്റി. സംസാരാമയ പരിതപ്തമാനസന്മാരാം പുംസാം ത്വൽഭക്തിയൊഴിഞ്ഞില്ല ഭേഷജമേതും. മരണമോർത്തു മമ മനസ്സി പരിതാപം കരുണാമൃതനിധേ പെരുക വളരുന്നു. മരണകാലേ തവ കരുണാരുണ സമചരണ സരസിജ സ്മരണമുണ്ടാവാനായി തരിക വരം നാഥ കരുണാകര പോറ്റി. ശരണം ദേവരമാരമണധരാപദേ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ. പരമപരമാത്മൻ പരബ്രഹ്മാഖ്യ ജയ. പരചിന്മയ പരാപര പത്മാക്ഷ ജയ. വരദ നാരായണ വൈകുണ്ഠ ജയ ജയ. ഇങ്ങനെ ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിച്ചു. എന്താണ് ബ്രഹ്മാവിന്റെ സ്തുതി നോക്കാം. ബ്രഹ്മാവ് പറയാണ്, മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും, മോക്ഷത്തെ ആഗ്രഹിക്കുന്ന സിദ്ധന്മാരെ യോഗിന്മാരെ അവർക്കൊക്കെ ശ്രേഷ്ഠന്മാരായ ആളുകൾക്ക് സാക്ഷാൽ കാൺമതിന് അരുതാതൊരു പാദാംബുജം. അങ്ങനെയുള്ള ആളുകൾക്ക് പോലും കാണാൻ കിട്ടാത്തതാണ് അങ്ങയുടെ പാദങ്ങൾ. അങ്ങനെയുള്ള ആ പാദങ്ങളെ നിത്യവും നമോസ്തുതേ എല്ലായ്പ്പോഴും താൻ നമസ്കരിക്കുന്നു. സകല ജഗത്പദ, ഈ കാണുന്ന സകല ലോകത്തിനും പതിയായ നാഥനായിട്ടുള്ള അവിടുത്തെ നമസ്കരിക്കുന്നു. നിത്യനിർമ്മലമൂർത്തേ, നിത്യവും നിർമ്മലമായ രൂപത്തോടു കൂടിയവനെ നിത്യവും നമോസ്തുതേ എന്നുംതാ അങ്ങേ നമസ്കരിക്കുന്നു. സത്യജ്ഞാന അനന്ത ആനന്ദാമൃതദ്വയമേകം. അങ്ങാരാണ്? സത്യം, ജ്ഞാനം, അനന്തം. ഒരു ഉപനിഷത് വാക്യമുണ്ട്, അല്ലെങ്കിൽ ശ്രുതിവാക്യമുണ്ട്.
സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, അത് തന്നെ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഭഗവാൻ ആരാണ്? സത്യമാണ്, ജ്ഞാനമാണ്, അനന്തമാണ്. അനന്തമാണ്, ആനന്ദമാണ്. ആനന്ദാമൃതം, അമൃതമാണ്. മൃതം മരണമാകുന്നു, അമൃതം മരണമില്ലാത്തത്. അദ്വയം, രണ്ടല്ലാത്ത, ഒന്നുമായിട്ടുള്ള, ഏകം, ഒന്നായിരിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനെ, ആ സത്യവും ജ്ഞാനവും അനന്തവും ആനന്ദവും അമൃതവും അദ്വയവും ഏകവുമായ അങ്ങയെ നിത്യവും നമോസ്തുതേ, ഞാൻ ദാ എല്ലായ്പ്പോഴും നിത്യവും നമസ്കരിക്കുന്നു. കരുണാ ജലനിധി, അങ്ങ് ആരാണ്? കരുണയുടെ ജലനിധിയാണ്, സമുദ്രമാണ്. വിശ്വത്തെ രക്ഷിച്ചു വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി, നിത്യവും നമോസ്തുതി, അങ്ങക്ക് എല്ലായ്പ്പോഴും നമസ്കാരം. കാരണം എന്താണ്? ഈ ലോകത്തെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും അതിനെ തന്നിലേക്ക് തന്നെ സംഹരിച്ചെടുക്കുകയും ചെയ്യുന്ന ആളാണ്. വിശ്വനായകനാണ് അങ്ങ്. അങ്ങ് പോറ്റി, അങ്ങ് എല്ലാറ്റിനെയും കാക്കുന്ന ആളാണ്. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം. പറയാണ്, സ്വാധ്യായ തപോദാന യജ്ഞാദികർമ്മങ്ങളാൽ. സ്വാധ്യായം കുറേ ഇങ്ങനെ പഠിച്ചു കാര്യമില്ല. കുറേ തപസ് ചെയ്തു, ദാനം കൊടുത്തു, യജ്ഞം ചെയ്തു. സാധ്യായ തപോദാന യജ്ഞാദികർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യം ഒരു നാളും. കൈവല്യം, കേവലമായ അവസ്ഥ, ആ മുക്തിയെ പ്രാപിക്കണമെങ്കിൽ കുറെ പഠിച്ചത് കൊണ്ടോ, കുറെ തപസ് ചെയ്തുകൊണ്ടോ, ദാനം കൊടുത്തത് കൊണ്ടോ, യജ്ഞയാഗാദികൾ ചെയ്തുകൊണ്ടോ, ഇതൊക്കെ കർമ്മങ്ങളാ. കർമ്മങ്ങളെ കൊണ്ടൊന്നും സാധിക്കില്ല, ഒരാൾക്കും സാധിക്കില്ല കൈവല്യം കിട്ടാനായിട്ട്. മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ, ആ കൈവല്യം അല്ലെങ്കിൽ മുക്തിയെ കിട്ടണമെങ്കിലോ, ഭവൽപാദഭക്തി കൊണ്ടൊഴിഞ്ഞ്, അങ്ങയുടെ പാദങ്ങളിലുള്ള ഭക്തി കൊണ്ടൊഴിഞ്ഞ് മറ്റൊന്നിനാലാവതില്ല. അങ്ങയുടെ പാദങ്ങളിലുള്ള ഭക്തി കൊണ്ട് മാത്രമാണ് ആ മുക്തിയെ കിട്ടുക. നിന്തിരുവടിയുടെ ശ്രീപാദാംബുജദ്വന്ദ്വം, അവിടത്തെ ആ പാദാംബുജം, താമരപ്പൂ പോലെയുള്ള രണ്ട് പാദങ്ങൾ, ദ്വന്ദ്വം, അന്തികേ എൻ്റെ അടുത്ത്, എൻ്റെ മുന്നില് കാണായി വന്നിതെനിക്കു ഭാഗ്യവശാൽ, എൻ്റെ ഭാഗ്യം കൊണ്ടാണ് അത് കാണാൻ സാധിച്ചത്. സത്വജിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ, സത്വം, ആ ശുദ്ധമായുള്ള സത്വമൂർത്തികളായിട്ടുള്ള അങ്ങനെയുള്ള ശുദ്ധമായ മനസ്സോടുകൂടിയ താപസശ്രേഷ്ഠന്മാരാൽ, ആ തപസ്സികളാൽ നിത്യവും ഭക്തിയാ, എന്നും ഭക്തിയോട്, ബുദ്ധിയാ, അങ്ങനെയുള്ള ബുദ്ധി കൊണ്ട് ധരിക്കപ്പെട്ടോരു അങ്ങനെ അവര് ആ ബുദ്ധിയിൽ ധരിച്ചതായ നിന്റെ ആ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം. അവിടുത്തെ പാദങ്ങളില് ഭക്തി ഉണ്ടാവണം. ചേതസി സദാകാലം, ചേതസി മനസ്സിൽ സദാകാലം എല്ലായ്പ്പോഴും ഭക്തവത്സല പോറ്റി. ഭക്തവത്സനായ ഭഗവാനെ അങ്ങ് തന്നെ കാക്കണേ, എല്ലാവരെയും കാക്കുന്ന ആളാ അങ്ങ്. സംസാര ആമയപരിതപ്തമാനസന്മാരാം, ഈ സംസാരാമയം, സംസാര ദുഃഖം, ആ ദുഃഖങ്ങളുടെ പരിതപ്തമാനസന്മാരാം, വളരെയധികം ചുട്ടുപഴുത്ത് അങ്ങനെ വിഷമിച്ചിരിക്കുന്ന മനസ്സോടുകൂടിയവരായ, കലങ്ങി മറിഞ്ഞ മനസ്സോടുകൂടിയവരായ പുംസാം മനുഷ്യന്മാർക്ക് തൊൽഭക്തി ഒഴിഞ്ഞില്ല ഭേഷജമേതും, ഈ സംസാര ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് മറികടക്കാൻ എന്താ മരുന്ന്? എന്താ? അവിടുത്തെ പാദങ്ങളിലുള്ള ഭക്തിയാണ്. തൊൽഭക്തി ഒഴിഞ്ഞില്ല ഭേഷജമേതും. ബ്രഹ്മാവ് പറയണേ, മരണമോർത്തു മമ മനസ്സി പരിതാപം കരുണാമൃതനിധേ. പെരുക വളരുന്നു, എല്ലാവർക്കും ഉള്ള പേടിയാ, എപ്പോഴാ മരിക്കുക. ബ്രഹ്മാവ് പറയാം, എനിക്കും പേടിയുണ്ട്. ബ്രഹ്മാവിന്റെ കൊല്ലത്രയാ, ലക്ഷക്കണക്കിന് വർഷ. നമ്മളെ 2000 ചതുരയുഗമാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം. അങ്ങനെ ബ്രഹ്മാവിന് 365 ദിവസമുണ്ട് ഒരു വർഷം. അങ്ങനെ ബ്രഹ്മാവിന് 100 വയസ്സായുസ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷമുള്ള ബ്രഹ്മാവ് പറയാ, അയ്യോ ഞാൻ മരിച്ചു പോകൂലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പേടി വരുന്നു, സങ്കടം വരുന്നു എന്ന് പറയാം. അപ്പൊ നമ്മുടെയൊക്കെ കാര്യോ? മരണകാലേ തവ തരുണാരുണ സമചരണ സരസിജ സ്മരണമുണ്ടാവാനായി. ആ മരിക്കുന്ന കാലത്ത് അവിടത്തെ തരുണ അരുണ എന്ന് പറഞ്ഞാൽ ഉദയസൂര്യന്റെ ചുവപ്പിന് തുല്യമായിട്ടുള്ള ആ ചുവന്ന കാലുകളില്, ആ കാലടികളില്, സരസിജം താമരപ്പൂ പോലെയുള്ള പാദങ്ങളില്, ആ ചെന്താമരപ്പൂ പോലെയുള്ള പാദങ്ങളില് സ്മരണയുണ്ടാവാനായിട്ട് തരിക വരം നാഥ. ഭഗവാനെ വരം തരണേ. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്താന്ന് പറയാ, അവസാന കാലത്ത് എന്താ വേണ്ടത്? ഭാഗവതം പറയും, അന്തേ നാരായണ സ്മൃതി. ഇവിടെ പറയാ ഭഗവാന്റെ സ്മരണയുണ്ടാവണം, ഭഗവാന്റെ പാദങ്ങളെ കാണാൻ സാധിക്കണം. ബ്രഹ്മാവ് പറയാണ്, അതിന് വരം തരണേ കരുണാകര. കരുണ രൂപമെടുത്തു വന്നവനെ ഭഗവാനെ അങ്ങ് തന്നെ കാക്കണേ.
ശരണം ദേവ, ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. അങ്ങാരാണ്? രമാരമണ, സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ ആനന്ദിപ്പിക്കുന്നതാണ്. ധരാപദേ, ഭൂമിദേവിയുടെ ഭർത്താവാണ്. ആ ലക്ഷ്മി ദേവിയുടെയും ഭൂമിദേവിയുടെയും ഭർത്താവായതാ അങ്ങയെ ഞാൻ ആശ്രയിക്കുന്നു, ശരണം പ്രാപിക്കുന്നു. പരമാനന്ദമൂർത്തെ, അങ്ങാരാണ്? പരമാനന്ദമൂർത്തിയാണ്, സ്വരൂപനാണ് ഭഗവൻ. അല്ലയോ ഭഗവാനെ, ഭഗങ്ങളോടുകൂടിയ ഭഗവാനെ, ജയ ജയ, അങ്ങത്തേക്ക് അങ്ങ് ജയിക്കട്ടെ. പരമാത്മൻ, പരമനാണ്, ശ്രേഷ്ഠനാണ്. പരമാത്മൻ, എല്ലാ ആത്മാവിനും അപ്പുറത്തുള്ള പരമമായ ആത്മാവാണ്. പരബ്രഹ്മാഖ്യ, പരബ്രഹ്മം എന്ന പേരോടുകൂടിയവനാണ്. അങ്ങനെയുള്ള അങ്ങേക്ക് ജയമുണ്ടാവട്ടെ. പരചിന്മയ, ശ്രേഷ്ഠനായിട്ടുള്ള ചിന്മയനായ ചൈതന്യ സ്വരൂപനായ പരാത്പരനായിട്ടുള്ള പത്മാക്ഷ, ആ താമരക്കണ്ണനായിട്ടുള്ള ഭഗവാനെ അവിടുന്ന് ജയിക്കട്ടെ. വരദ, വരം നൽകുന്നവനാണ് അവിടുന്ന്. നാരായണനാണ്, ഓരോ നരന്റെയും ലക്ഷ്യമായിട്ടുള്ള ആളാണ്. വൈകുണ്ഠ, കുണ്ഠതകളില്ലാത്ത ലോകത്ത് വൈകുണ്ഠത്തിൽ വസിക്കുന്ന അങ്ങേക്ക് ജയമുണ്ടാകട്ടെ, അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് ആ ബ്രഹ്മാവ് ഭഗവാൻ അങ്ങോട്ട് മധുരതരം അതിവിശദസ്മിതപൂർവം അങ്ങനെ അങ്ങോട്ട് സ്തുതിച്ചു. അപ്പൊ ഭഗവാൻ അതൊക്കെ കേട്ട് സന്തോഷിച്ച് ബ്രഹ്മാവിനോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ബ്രഹ്മാവിന്റെ സ്തുതിയാണ് ഈ രാമായണത്തിൽ, അധ്യാത്മ രാമായണത്തിൽ ആദ്യത്തെ സ്തുതിയാണ് ബ്രഹ്മസ്തുതി. അതാണ് നമ്മൾ കണ്ടത്.